Hi dear students, in the last class of international trade, we have discussed about the optimum tariff and effective rate of protection. Today, we are going to discuss about another trade barrier, that is import quotas. Okay, let us first discuss what is import quota. Import quotas. As a protectionist device, import quotas are alternative to tariffs. ഓക്കെ, അതായത് ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഈ താരിഫ് പോലെ തന്നെയുള്ള ഒരു നിയന്ത്രണം തന്നെയാണ്. ഇമ്പോർട്ടിൽ വരുത്തുന്ന ഇറക്കുമതിയിലുള്ള നിയന്ത്രണം തന്നെയാണ്. ഇമ്പോർട്ട് കോട്ട മീൻസ് പെർമിറ്റിംഗ് ഇമ്പോർട്ട് ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് commodity in volume or value during a specified period of time, generally 1 year. For this purpose, the government may issue an import license that it may sell either to importers at a competitive price or just give it to importers on the basis of first come first served. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ട് കോട്ട നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് പെർമിറ്റിംഗ് ഇമ്പോർട്ട് ഓഫ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി, അല്ലേ? അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നതിനെയാണെന്ന് പറയുന്നത് ഇമ്പോർട്ട് കോട്ട. ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ ഇല്ലീഗലായിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഇമ്പോർട്ട് കോട്ട. For this purpose, the government may issue an import license. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടേഴ്സിന് ഇമ്പോർട്ട് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യും. ഇത്ര ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കമ്മോഡിറ്റിയുടെ. That may be sell either to importers at a competitive price or just give it to the importers on the basis of first come first served. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇമ്പോർട്ടേഴ്സിന് ഗവൺമെൻറ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത്. Then what are the main objectives of import quota എന്നുള്ളത് നോക്കാം. The main objectives of import quota are as follows. First one, to provide protection and help domestic industries. ഓക്കെ, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇമ്പോർട്ട് കോട്ടയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പൊസിഷൻ ഓഫ് ദ കൺട്രി. ഓക്കെ, നമുക്കറിയാൻ സാധിക്കും ഇമ്പോർട്ട്സിൽ കുറവ് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ ഒരു പോസിറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പൊസിഷൻ ഓഫ് ദ കൺട്രി. ദ നെക്സ്റ്റ് തേർഡ് objective of this import quota is to use rationally of scarce foreign exchange reserves. ഓക്കെ, അതായത് ദൗർലഭ്യം അനുഭവിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അത് റേഷണലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇമ്പോർട്ട് കോട്ട. While imposing the import quota, the government makes some objectives, that is to provide protection and help domestic industries, to improve balance of payments position of the country, to use rationally of scarce foreign reserves. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഇമ്പോർട്ട് കോട്ട. എത്ര തരത്തിലുള്ള ഇമ്പോർട്ട് കോട്ടാസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അതിലൊന്നാമതായിട്ട് വരുന്നതാണ് താരിഫ് കോട്ട. അണ്ടർ ദിസ് സിസ്റ്റം എ പ്രീ ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഈസ് പെർമിറ്റഡ് ടു ബി ഇമ്പോർട്ടഡ് എയ്തർ ഡ്യൂട്ടി ഫ്രീ ഓർ ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ദാറ്റ് ഈസ് റിലേറ്റീവ്ലി ലോ. ഓക്കെ, അതായത് ഒരു പരിധി വരെ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്യൂട്ടി ഫ്രീ ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡ്യൂട്ടിയിലോ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇമ്പോർട്ട്സ് ഇൻ എക്സസ് ഓഫ് ദാറ്റ്, ആ ഒരു ക്വാണ്ടിറ്റി ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റീനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ആർ ചാർജ് എ റിലേറ്റീവ്ലി ഹൈ റേറ്റ് ഓഫ് ഡ്യൂട്ടി. അപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റീനേക്കാൾ കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഗവൺമെൻറ്റിലേക്ക് ഇമ്പോർട്ടർ കൂടുതലായിട്ട് പണം നൽകേണ്ടതായിട്ട് വരും, കൂടുതൽ ഡ്യൂട്ടി പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് കാൾഡ് ദ താരിഫ് കോട്ട.
The next is a unilateral quota. Under this system, import quota of a particular commodity is fixed by law or decree by the importing country without any negotiation or agreement with the other countries. ഓക്കെ, കൺട്രി ഓർ കൺട്രീസ്. അപ്പോൾ ഒരു മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് യാതൊരുവിധ എഗ്രിമെൻറ്റും നിലനിൽക്കുന്നില്ല. അതൊരു ഇമ്പോർട്ടിംഗ് കൺട്രി തന്നെയാണ് ഈ ഒരു യൂണിലാറ്ററൽ ക്വാട്ടയിൽ തീരുമാനമെടുക്കുന്നത്. ദ ഇമ്പോർട്ട് ക്വാട്ട ഓഫ് എ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഈ ഫിക്സഡ് ബൈ എ ലോ ഓർ ഡിഗ്രി ബൈ ഇമ്പോർട്ടിംഗ് കൺട്രി വിത്തൗട്ട് എനി നെഗോസിയേഷൻ. ഓക്കെ, അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടാതെ തന്നെ സ്വന്തമായിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺട്രിയിൽ എത്ര ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു നിയമപ്രകാരം ആ ഒരു കൺട്രി തീരുമാനമെടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് യൂണിലാറ്ററൽ ക്വാട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺട്രിക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി ഇറക്കുമതി ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി ഏത് രാഷ്ട്രങ്ങളിൽ നിന്ന് വേണമെങ്കിലും അത്രയും ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ബൈ ലോ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ദ ഡൊമസ്റ്റിക് കൺട്രി. ഏത് കൺട്രിയാണോ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ടിംഗ് കൺട്രിയാണ് ഈ ഒരു ലോ ഫിക്സ് ചെയ്യുന്നത്. Okay, the autonomously fixed quota may be either global or allocated. Under the global quota, അതായത് ഈ ഒരു ഓട്ടോണമസ് ലോ എന്ന് പറയുന്നത് അത് ഒന്നുകിൽ ഗ്ലോബൽ ആയിരിക്കാം അല്ലെങ്കിൽ അലോക്കേറ്റഡ് ആയിരിക്കാം. അണ്ടർ ദിസ് ഗ്ലോബൽ ക്വാട്ട ദ ഫുൾ എമൗണ്ട് ഓഫ് ദ ക്വാട്ട മേ ബി ഇമ്പോർട്ടഡ് ഫ്രം എനി വൺ കൺട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലോബൽ ക്വാട്ടയാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണോ ആ ഒരു കൺട്രി ഇമ്പോർട്ടിംഗ് കൺട്രി ഇമ്പോർട്ട് ചെയ്യണമെന്ന് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ ഇമ്പോർട്ട് ചെയ്യാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് ഏത് രാജ്യത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൈൽ അണ്ടർ ദ അലോക്കേറ്റഡ് ക്വാട്ട, അതേസമയം അൺഅലോക്കേറ്റഡ് ക്വാട്ടയാണ് നിലനിൽക്കുന്നതെങ്കിലോ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ക്വാട്ട ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ അത് ഏത് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രി തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അത്തരത്തിൽ ഈ ഒരു കമ്മോഡിറ്റി ആ ഒരു ക്വാട്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ള അത്രയും കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. ദാറ്റ് ഈസ് കോൾഡ് ദ യൂണിലാറ്ററൽ ക്വാട്ട. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത് അല്ലേ, ഇമ്പോർട്ടിംഗ് കൺട്രി മാത്രമാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ യൂണിലാറ്ററൽ ക്വാട്ട എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ബൈലാറ്ററൽ ക്വാട്ട. Bilateral quota means under this system a country can negotiate with each country separately and fixed import quotas. Import quota are fixed by some agreement with one or more other countries. ഹെബേലർ കാൾസ് ദം എഗ്രീഡ് ക്വാട്ട. ഓക്കെ, അതായത് നമ്മളിതിൽ പറയുന്നത് പോലെ തന്നെ ബയലാറ്ററൽ ക്വാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇമ്പോർട്ട് ക്വാട്ട ഫിക്സ് ചെയ്യുന്നത്. അവിടെ ഒരു രാഷ്ട്രത്തിൻ്റെ തീരുമാനത്തിൽ മാത്രമല്ല ഇമ്പോർട്ട് ക്വാട്ട ഫിക്സ് ചെയ്യുക, മറ്റൊരു രാഷ്ട്രം ആരാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ എക്സ്പോർട്ടിംഗ് കൺട്രിയും ഇമ്പോർട്ടിംഗ് കൺട്രിയും ചേർന്ന് എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കമ്മോഡിറ്റീസിന് ക്വാട്ട ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ബയലാറ്ററൽ ക്വാട്ട. ഹെബേലർ കാൾഡ് ദം ആസ് എഗ്രീഡ് ക്വാട്ട. എന്തുകൊണ്ട് എഗ്രീഡ് ക്വാട്ട എന്ന് വിളിക്കുന്നത്? രണ്ടോ കൂടുതലോ കൺട്രീസുമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള വരുന്ന ഫിക്സേഷൻ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഇതിന് എഗ്രിമെൻറ്റ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇമ്പോർട്ട് ക്വാട്ട ഫിക്സ് ചെയ്യുന്നുള്ളൂ. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇമ്പോർട്ട് ക്വാട്ട ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് പറയും? ബയലാറ്ററൽ ക്വാട്ട എന്ന് പറയും. ഓക്കെ, ദെൻ മിക്സിംഗ് ക്വാട്ട. വാട്ട് ഈസ് മിക്സിംഗ് ക്വാട്ട എന്നുള്ളത് നോക്കാം. Under this system, the quota fixing country insists that domestic producer of a certain specified commodity compulsorily use imported raw materials in a certain fixed proportion along with the domestically produced raw material while producing the commodity. ഓക്കെ, ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഡൊമസ്റ്റിക്കായിട്ട് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, ഡൊമസ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ കൂടെ ഒരു ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനായിട്ട് എന്ത് ചെയ്യണം, ഈ ഇറക്കുമതി ചെയ്ത റോ മെറ്റീരിയൽ കൂടി ഉപയോഗിക്കണം. ഓക്കെ, അത്തരത്തിൽ ഉള്ള ഒരു കണ്ടീഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ദ മിക്സിംഗ് ക്വാട്ട. ദിസ് ക്വാട്ട സിസ്റ്റം ബെനിഫിറ്റ്സ് ദ ക്വാട്ട ഫിക്സിംഗ് കൺട്രി ഇൻ ടു വേയ്സ്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു കമ്മോഡിറ്റി ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരു 50% ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു നിയമം ആ ഒരു കൺട്രിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയിലേക്ക് ആ 50% എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ആ 50% എന്ന് പറയുന്നതാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ക്വാട്ട എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് മിക്സിംഗ് ക്വാട്ട. അപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറിൻ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു കോട്ട സിസ്റ്റത്തിന് കുറേയധികം രണ്ട് ബെനിഫിറ്റുകൾ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊട്ടക്ട്സ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. ഓക്കെ, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് ഇറ്റ് സേർവ്സ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് ദ കൺട്രി. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് സേവ് ചെയ്ത് നിർത്താനും സാധിക്കുന്നു. സോ ദാറ്റ് ആർ ദ ടു ബെനിഫിറ്റ്സ് ഓഫ് ദിസ് മിക്സിംഗ് കോട്ട. ഓക്കെ, ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ താരിഫ് ആൻഡ് കോട്ട. അപ്പോൾ ഇത്തരത്തിൽ ഈ 4 ടൈപ്സ് ഓഫ് കോട്ടകളാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ. ഒന്നാമതായിട്ട് വരുന്നത് താരിഫ് കോട്ട, ദെൻ യൂണിലാറ്ററൽ കോട്ട, ബയലാറ്ററൽ കോട്ട ആൻഡ് മിക്സിംഗ് കോട്ട. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ താരിഫ് ആൻഡ് കോട്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ താരിഫ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഈ താരിഫും കോട്ടയും തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ, എന്തൊക്കെയാണ് ഇവയുടെ സാമ്യതകൾ എന്നുള്ളതൊക്കെ സാമ്യതകളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിൽ an import quota like a tariff causes റിഡക്ഷൻ ഇൻ ഇമ്പോർട്ട്സ്. ഓക്കെ, നമ്മൾ താരിഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു കൺട്രിയുടെ ഇമ്പോർട്ട്സിൽ ഇറക്കുമതിയിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോട്ട ഇമ്പോസ് ചെയ്യുന്ന സമയത്തും ഇറക്കുമതിയിൽ കുറവ് സംഭവിക്കും. എ റൈസ് ഇൻ പ്രൈസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇതേപോലെ തന്നെയാണ് രണ്ടിലും എഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലേ. താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോഴും കോട്ട ഫിക്സ് ചെയ്യുന്ന സമയത്തും പ്രൈസ് വർദ്ധിക്കുന്നു, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനും അത് കാരണമാവുന്നു. ഓൺ വിച്ച് ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്, ബട്ട് ദർ ആർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആൻ ഇമ്പോർട്ട് കോട്ട ആൻഡ് താരിഫ് വിച്ച് ആർ ഡിസ്കസ്ഡ് ആസ് അണ്ടർ. അപ്പോൾ ഇത്തരത്തിൽ ഒരേ എഫക്റ്റുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, an import quota brings speedier and also definite quantitative result in respect of imported commodity compared to the effects of tariff. ഓക്കെ, അതായത് പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട് എവിടെ ഉണ്ടാവുന്നുണ്ട്, ഇമ്പോർട്ട് കോട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം താരിഫ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൈസ് എഫക്റ്റ് ഇക്കണോമിയിൽ എഫക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിലോ കുറവ് സംഭവിക്കുന്നത്. അതേസമയം ഇമ്പോർട്ട് കോട്ട ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്ന റെസ്ട്രിക്ഷൻ പെട്ടെന്ന് തന്നെ അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത്, ആൻ ഇമ്പോർട്ട് കോട്ട ഈസ് മോർ ഡിസ്ക്രിമിനേറ്ററി ദാൻ എ താരിഫ്. ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്തിനേക്കാൾ, താരിഫിനേക്കാൾ, ഇൻ റെസ്ട്രിക്റ്റിംഗ് ദ സപ്ലൈ ഓഫ് കമ്മോഡിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത എഗ്രിമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്പോർട്ട് കോട്ട ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കോട്ട ഫിക്സ് ചെയ്യുന്നത് ഡിസ്ക്രിമിനേറ്ററി ആണ്, എന്തിനേക്കാൾ, താരിഫിനേക്കാൾ ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അതേസമയം താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇമ്പോർട്ട് ചെയ്യുന്നതിന് സെയിം റേറ്റ് ഓഫ് താരിഫാണ് വരുന്നത്, അവിടെ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നില്ല. The next, imposition of a tariff benefits the government in the form of additional revenue. അതായത് താരിഫ് ചുമത്തുക വഴി ഗവൺമെൻറ്റിന് അഡീഷണൽ റവന്യൂ ലഭിക്കുന്നുണ്ട്. വൈൽ ആൻ ഇമ്പോർട്ട് കോട്ട ബ്രിങ്സ് പ്രോഫിറ്റ് ടു ഇമ്പോർട്ടേഴ്സ് ടു ഹോൾഡിംഗ് ലൈസൻസസ്. ഓക്കെ, അതേസമയം ഈ ഇമ്പോർട്ട് കോട്ട ചുമത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഇമ്പോർട്ടേഴ്സിന് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ താരിഫ് ചുമത്തുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വർദ്ധിക്കുന്നു. ദെൻ ഇമ്പോർട്ട് കോട്ട ചുമത്തുകയാണെങ്കിൽ ഇമ്പോർട്ടേഴ്സിൻ്റെ പ്രോഫിറ്റാണ് അവിടെ വർദ്ധിക്കുന്നത്. ഓക്കെ, ദെൻ ഹൗവർ ദ ഗവൺമെൻറ് മേ പ്രോഫിറ്റ് ഫ്രം കോട്ട ഇഫ് ഇറ്റ് ഓപ്ഷൻസ് ഇമ്പോർട്ട് ലൈസൻസ് ടു ഇമ്പോർട്ടേഴ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ട് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ്റിന് ആ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസസ് എന്ന് പറയുന്നത്, താരിഫും കോട്ടയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, എൻ ഇമ്പോർട്ട് കോട്ട എലിമിനേറ്റ്സ് ഫോറിൻ കോമ്പറ്റീഷൻ ആൻഡ് എൻകറേജസ് ഡൊമസ്റ്റിക് മൊണോപ്പൊളി മോർ ദാൻ താരിഫ്. ഓക്കെ, ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത് ഫോറിൻ കോമ്പറ്റീഷൻ കുറയ്ക്കുന്നു. ദെൻ ഡൊമസ്റ്റിക് മൊണോപ്പൊളി എൻകറേജ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ദെൻ അത് താരിഫിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു ഇമ്പോർട്ട് കോട്ടയിലാണ് ഡൊമസ്റ്റിക് മൊണോപ്പൊളീസിനെ എൻകറേജ് ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ട് കോട്ട ഈസ് വേഴ്സ് ദാൻ താരിഫ് വെൻ ഇറ്റ് ക്രിയേറ്റ്സ് മൊണോപ്പൊളി. അതേപോലെ തന്നെ ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത് വേഴ്സാണ്, താരിഫിനേക്കാൾ കുറഞ്ഞ എഫക്ട്സ് ഉണ്ടാക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്, വെൻ ഇറ്റ് ക്രിയേറ്റ്സ് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഇമ്പോർട്ട് കോട്ട ഈസ് ജനറലി ഫിക്സഡ് ബൈ എൻ എക്സിക്യൂട്ടീവ് ഡിക്രി ഓഫ് ഗവൺമെൻറ്. ഓക്കെ,
It is an executive decree of the government. It is therefore often arbitrary and is liable to be altered by another order under pressure. On the other hand, tariff duty is imposed after passing due legislation. Legislative changes can be brought about often and certainly not in an arbitrary way as can be done in the case of import quota. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്നത് എന്താ? ഇത് ഫിക്സ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഡിഗ്രി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മ്യൂണിറ്റിയാണ് എന്തെങ്കിലും ഈ ഒരു ഇമ്പോർട്ട് കോട്ട ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർബിട്രറി ദാൻ ഇറ്റ് ഈസ് ലാബിൾ ടു ബി ഓൾട്ടേർഡ് ബൈ അനദർ ഓർഡർ അണ്ടർ പ്രഷർ. ഓക്കെ, ഇതിൽ പ്രഷർ ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓർഡർ വഴി അതെന്താണ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓൺ ദ അതർ ഹാൻഡ്, താരിഫ് ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ആഫ്റ്റർ പാസിംഗ് ദ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമം പാസ്സാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു താരിഫ് ഡ്യൂട്ടി ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് കനോട്ട് ബി ബ്രോട്ട് അബൌട്ട് ഓഫൻ സെർട്ടൻലി നോട്ട് ആൻ ആർബിട്രറി വേ ക്യാൻ ബി ഡൺ ഇൻ ദി കേസ് ഓഫ് ഇമ്പോർട്ട്. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്ന് ചേഞ്ചസ് വരുത്താനൊന്നും എന്തിലാണെങ്കിൽ താരിഫ് ഡ്യൂട്ടിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കില്ല. അതേസമയം ഇമ്പോർട്ട് കോട്ടയിൽ ആൾട്രേഷൻസ് വരുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ലേബിൾ ടു ബി ഓൾട്ടേർഡ് ബൈ അനദർ ഓർഡർ അണ്ടർ പ്രഷർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും ഇമ്പോർട്ട് കോട്ടയിൽ. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഇമ്പോർട്ട് കോട്ട ആൻഡ് താരിഫ്. അപ്പോൾ ഈ താരിഫിനും ഇമ്പോർട്ടിനും ഉണ്ടാവുന്ന എഫക്റ്റുകളുടെ ഡിഫറൻസസ് ആണ് നമ്മൾ ഈ ഒരു 5 പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, that is all about today's class. We will meet in the next class with a new topic. Thank you.